ഈ ഒരു ബോളിയും പാലട ഉണ്ടല്ലോ, ഇത് കഴിക്കാതിരിക്കുക കേട്ടോ നല്ലത്. കാരണം കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് നിർത്താൻ പറ്റൂല. അപ്പൊ ഇന്ന് നല്ല ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ഒരു പെർഫെക്റ്റ് ബോളിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഒരു കപ്പ് മൈദയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിന് മുകളിൽ ഒരല്പം നല്ലെണ്ണ ഒഴിച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് നല്ലപോലെ 3-4 തവണ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 3 വിസിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. അധികം വെള്ളം ഉണ്ടെങ്കിൽ ഊറ്റിക്കളയണേ. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൾസ് മോഡിൽ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വരട്ടിയെടുക്കാം. കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് പഞ്ചസാരയൊക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഞാൻ സൺരാജ ഡെയിലിയുടെ ലോ GI ഷുഗർ ആണ് എടുക്കാറുള്ളത്. ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ പഞ്ചസാരയേക്കാൾ നല്ലതാണ് കേട്ടോ ഇത്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വരട്ടിയെടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ചൂടാറിയ ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. മൈദമാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പൊ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതുപോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയ ഉരുളകൾ എടുത്ത് കയ്യിൽ വെച്ച് നല്ലപോലെ പരത്തി അതിനകത്തേക്ക് പരിപ്പിന്റെ ഫില്ലിംഗ് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അരിപ്പൊടിയിൽ തട്ടിയെടുത്തിട്ട് നല്ല ചപ്പാത്തി പരത്തുന്ന പോലെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് 2 സൈഡിലും നെയ്യ് തൂവി കൊടുത്ത ശേഷം പെട്ടെന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ട്രിവാൻഡ്രം ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.